ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ രാത്രിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പോഴാണ് തത്സമയത്താണല്ലോ നമ്മളെല്ലാവരും ബാക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം പാക്ക് ചെയ്തു. എനിക്കിനിയിപ്പോൾ ഏതൊക്കെ വേണം ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് രണ്ട് സെയിമാണല്ലോ അല്ലേ, എന്താണേലും അതൊക്കെ ആലോചിച്ചെടുത്ത് വെക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോകുകയാണ്. കേരളത്തിലല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ്, മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സ്ഥലം ഞാൻ പറയുന്നില്ല, സർപ്രൈസ്. വല്ല ഗസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പായി കുറേ നാളായി പോയിട്ട്. ഞങ്ങൾ ലാസ്റ്റ് ഒരു ലോങ് ട്രിപ്പ് പോയത് മുംബൈയിലോട്ടായിരുന്നു 2019. പിന്നെ അതിന് മുമ്പൊക്കെയാണ് ഓരോ സ്ഥലത്തോട്ട് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിൽക്കുന്നു. ചോറ്റാനിക്കര പോയിട്ടുണ്ട്, അതിന് അമ്മ വീട് അവിടെ ആണല്ലോ. അല്ലാണ്ട് അങ്ങനെ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഓണമൊക്കെ അല്ലേ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രിപ്പ് പോവാണ് നാളെ. അപ്പോൾ എൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ ഒരു മാല വാങ്ങിച്ചായിരുന്നു. അത് ആക്ച്വലി വാങ്ങണം എന്ന് വെച്ച് പോയതല്ല, കുറച്ച് അല്ലസ്റ്റിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു മാല രീതി കണ്ടപ്പോൾ ഇഷ്ടം. മാലയും കമ്പനി കുറിച്ച് ചേർന്ന സെറ്റ് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരുപാട് വിലയൊന്നുമില്ല, 80 rupees ഉള്ളതാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് കമ്മൽ ഇതാണ് കണ്ടോ. മുടി കെട്ടാത്ത എന്താണെന്ന് വെച്ചാൽ വൈകിട്ടൊന്നും കുളിച്ച് മുടി ഉണങ്ങിയില്ല. അതെ, ഇതാണ് എൻ്റെ കമ്മൽ. പിന്നെ മാല ഞാൻ കാണിച്ചു തരാം. അതൊരു 2 ലെയർ മാലയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ട്രിപ്പൊക്കെ പോവല്ലേ, അപ്പോൾ ഇതിന് ചേർന്ന ഡ്രസ്സിന് തപ്പി എടുക്കണം. അപ്പോൾ ഇതും കൂടി ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം. പാക്ക് ചെയ്യുമ്പോൾ ഏതൊരു ഒരെണ്ണമെങ്കിലും എടുക്കണം, എന്തായാലും വാങ്ങിച്ചതല്ലേ. 2 ലെയർ ഉള്ളതാണേ, കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ അതാണ്ട് ഈ മാലയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളായിരിക്കും തോന്നുന്നു. ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ഈ കമ്പി ഇടുമ്പോഴായിരിക്കും രസം. നോക്കി കാണിച്ചു തരാം, കണ്ടോ. ഫ്രണ്ടിൽ കണ്ണാടി ഉണ്ട്, ഞാൻ അത് അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ ഒരുപാടൊന്നും മനസ്സിലായി. എനിക്ക് ഇങ്ങനത്തെ മാല സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മാല അങ്ങനെ അധികം ഇല്ല. ഞാൻ ഈ ഒരു മാലയാണ് എപ്പോഴും ഇടുന്നത്. ഞാനിത് ഊരുന്നില്ല, അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും അവിടെ ചെന്നിട്ട്. അപ്പോൾ സ്ഥലം ഞാൻ നേരത്തെ പറയുന്നില്ല, സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ട്രില്ലുള്ളൂ. പിന്നെ ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തൊക്കെ ഇല്ല, 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ നമുക്ക് ബാക്ക് പാക്കിംഗ് ആയിട്ട് പോയാലോ. ഞാൻ തന്നെ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നേരത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ കാണാൻ വയ്യല്ലേ. അപ്പം ഞാനിന്ന് പൊങ്ങിയും താന്ന് അങ്ങനെ ഇരുന്ന് വീഡിയോ കിട്ടിയോന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ വീഡിയോ പിന്നെയും ടേക്ക് എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് പാക്ക് ചെയ്യാനുള്ള ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ റിംഗ് ലൈറ്റ് കണ്ടോ, റിംഗ് ലൈറ്റ് ഇവിടെ കൊണ്ട് വെച്ച് ഇപ്പം അങ്ങനെ എടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ സ്റ്റൂളിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിലോട്ട് വെച്ചതാണ്. അപ്പോൾ വൈകിപ്പിന്നില്ല, നമുക്ക് വേഗം ബാക്ക് പാക്കിങ്ങോട്ട് പോവാം. ഞാൻ എൻ്റെ ഹെയർ ആക്സസറീസും കമ്മലും അങ്ങനത്തെ ഉള്ളതൊക്കെ അതാണ്ട് ഇതിനകത്തോട്ട് വെച്ചു. ആ വൈറ്റ് കളർ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. മറ്റേ ബോയ് ഉണ്ടല്ലോ മുടിയുടെ ബാക്കിൽ ഇങ്ങനെ ക്ലിപ്പ് പോലെ വയ്ക്കുന്ന ആ സംഭവമാണ്. പിന്നെ ഇത് ഈ ഒരു പെട്ടിക്കകത്താണ് എൻ്റെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചത്. പിന്നെ ഇതോടെ ആ ഒരു ബാഗിനകത്ത് ഞാൻ നേരത്തെ കാണിച്ച പൗച്ചും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ദിവസം ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അപ്പയുടെ അനിയൻ്റെയും ഇതിൽ തന്നെ കൊള്ളും. അതുകൊണ്ട് ആ ഒരു എളുപ്പം ഈസിനെസ് ഉണ്ട്. ഹേ ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് പെട്ടിക്കകത്ത് ഡ്രസ്സും കമ്മലും മാലയൊക്കെ ആ ഒരു പൗച്ചിനകത്ത് എടുത്ത് എൻ്റെ വേറൊരു ബാഗിനകത്ത് വെച്ചു. പിന്നെ ഡ്രസ്സെല്ലാം പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ എല്ലാം ഡ്രസ്സും കൂടെ വെക്കണം. അമ്മയുടെ ഇല്ല, അനിയൻ്റെ അപ്പയുടെയും ഡ്രസ്സ്. അമ്മയ്ക്ക് വേറെ ബാഗുണ്ട്, അതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ആ പെട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ആബ്സല്യൂട്ട്ലി എൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ലേറ്റായി. പിന്നെ ആ പെട്ടിക്കകത്ത് എൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ്, ഭരതനാട്യത്തെയും കുച്ചിപ്പുടിയും പണ്ടോട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെ അതിനകത്തായിരുന്നു. ഞങ്ങളങ്ങനെ എവിടെ അങ്ങനെ അതെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് അതിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നെടുത്ത് മാറ്റി അങ്ങനെയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഓക്കെ ആയി. അങ്ങനെ ആ പണി കഴിഞ്ഞ് കിട്ടി. ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നെയിൽ പോളിഷൊക്കെ മാറ്റണം, അതൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെ എത്ര നേരം എടുത്തു. ഞാൻ തലേ ദിവസം വരെ വെച്ചത് വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ്. നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇത്രയും റഷ് ആവത്തില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്ലേസ് എന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതേപോലെ ഇതേപോലത്തെ ഉള്ള
അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ വ്ളോഗ്സും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മിക്കവാറും ഇവിടുത്തെ വ്ളോഗായിരിക്കും, ആ സ്ഥലത്തെ വ്ളോഗായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.